ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീൻ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ്. മത്തി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ മീൻ വാങ്ങിക്കുന്ന സമയത്ത് അധികവും ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിട്ടുന്നത്. എന്നാലും ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പലതരത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് മീൻ ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിനി മീൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണേ. കത്തി ഉപയോഗിച്ചിട്ട് വേണേൽ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അധികം കത്രികയൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടും എടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ. വാലിൻ്റെ ഇവിടുന്ന് മുകളിലേക്ക് വേണം ഇതുപോലെ ചീകി കൊടുക്കാനായിട്ട്. ആദ്യം ഇതുപോലെ ഈ പുറത്തെ ചെതുമ്പലൊക്കെ ഒന്ന് കളയണം. തെറിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അന്നേരം ചെതുമ്പൽ തെറിക്കത്തില്ല പുറത്തേക്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലൊഴുക്കി തന്നെ ഈ ചെതുമ്പൽ പോകത്തുള്ളൂ. വെള്ളത്തിന് മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ദേഹത്തേക്കൊക്കെ ചിലപ്പോൾ തെറിക്കും കേട്ടോ. ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന കുറച്ച് വലിപ്പമുള്ള കൂട്ട് മത്തിയാണ്. ചില സമയത്ത് ഭയങ്കര ചെറുതായിരിക്കും കിട്ടുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ അധികവും മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. വാല് കട്ട് ചെയ്ത് കളയാം. കത്രിക വെച്ചിട്ടാണ് ഞാനിവിടെ വാലധികവും കട്ട് ചെയ്യാറ്. അപ്പോൾ കറക്റ്റായിട്ട് വരുവേ. മുകളിലുള്ള ഈ ഒരു ചിറകും കൂടി കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഉണ്ട് കേട്ടോ, ഇതും വേണേൽ കട്ട് ചെയ്ത് കളയാവേ. തലയെടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ചെകിള പൊളിച്ച് കളയാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കും. ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ വരും. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാൻ പക്ഷേ അധികവും ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കളയുന്നത്. ഇത് എടുക്കൂല്ലോ കേട്ടോ, ഇത് കളഞ്ഞേക്കാം. മീനിൻ്റെ മുട്ടയുണ്ട്, അതെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ. മീനിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്ലഡിൻ്റെയൊക്കെ ഇല്ലേ, ഇതെല്ലാം നല്ലതുപോലെ കഴുകി കളയണം. ഈ ഒരു സൈഡിൽ ബ്ലാക്ക് കളറിലിരിക്കുന്ന കണ്ടില്ലേ അഴുക്ക്, ഇതും നല്ലതുപോലെ കഴുകി കളയണേ. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ വയറ്റിൽ വേദനയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതുപോലെ കളയണേ. ഇത് കണ്ടോ, ഇതെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഓരോന്നും വെട്ടിയിട്ട് കഴുകിയെടുക്കുമല്ലോ കേട്ടോ. ഇതെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം. ഇതിന് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കത്രിക കൊണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. കത്രിക ഇതുപോലെ പിടിക്കുക. ഇത് മീനിൻ്റെ ഇതേപോലെ തന്നെ വാലിൻ്റെ അവിടുന്ന് മുകളിലേക്ക് ഇതുപോലെ ചീകി കൊടുത്താൽ മതി. മീൻ മുറിക്കുന്ന കത്രിക എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി കേട്ടോ. നല്ലതുപോലെ തന്നെ പുറത്തെ ചെതുമ്പലൊക്കെ പോകും. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കത്തിയായിട്ടാണ് കേട്ടോ തോന്നുന്നത്. പഴയപടി തന്നെ വാല് കട്ട് ചെയ്യുന്നു. പുറത്തുള്ള ഈ ഒരു ചിറക് കട്ട് ചെയ്ത് കളയുന്നു. വാലിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടാവും ചെറുതായിട്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കത്രിക വെച്ച് മീനിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പം ഈ ഒരു ഭാഗത്തെ മാംസമൊക്കെ പോവും കേട്ടോ. ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തെ മാംസമൊക്കെ പോവേ. അതാണ് കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പം കുറച്ചൊരു മാംസമൊക്കെ നമുക്ക് പോകും. ഇതേപോലെ വലിയ കത്തി ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ്. കത്തി വെച്ച് തന്നെ വാലൊക്കെ മുറിച്ച് കളയാം. ചിലർക്ക് ഈ കണ്ണ് ആ ഒരു ഭാഗം ഇഷ്ടമാണെങ്കിൽ
ഇതേപോലെ ഈ ചകളയെ പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിക്കുക. ഈ സൈഡും പിടിച്ച് മുകളിലോട്ട് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. അന്നേരം വരും. ഇവിടെ പിടിക്കണേ, ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. പോരും കേട്ടോ. ഈ തല കളയാതെ ഈ ഒരു രീതിയിൽ എടുക്കുന്നവർക്കാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചത്. ഞാൻ ഈ കണ്ണൊന്നും എടുക്കാറില്ല, ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുവേ. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും കൂടി കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ 2 ചിറകുണ്ട്, ഈ ചിറകും കൂടി കട്ട് ചെയ്ത് കളയണം. ഇത് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഉൾഭാഗത്തുള്ള അഴുക്കെല്ലാം കളയണം. എല്ലാ മീനിൻ്റെയും ഈ സൈഡിലുള്ള ഈ കറുപ്പ് കളയണം കേട്ടോ. കത്തി കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്ത മീനാണ്. മീൻ മുട്ടാന്നും പറയും, പനഞ്ഞിൽ എന്നും പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിലോട്ട് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഓരോ നാട്ടിലും വേറെ വേറെ പേരാണ്. ഈ സൈഡിലുള്ള കറുപ്പ് എന്താണെങ്കിലും കളയണം, കളയാതിരിക്കുകയോ ചെയ്യരുത് കേട്ടോ. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്താണേലും ചിലപ്പോൾ അവർ കളഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് അത് കളഞ്ഞിട്ട് വേണം കേട്ടോ കറി വെക്കാനും വറക്കാനും ഒക്കെ. ഓക്കെ, ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ മീനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ മീനിൻ്റെയും അതെ, ഏത് മീനെടുത്താലും ഇതേപോലെ അതിൻ്റെ ഉൾഭാഗത്ത് ബ്ലാക്ക് കളറിലിരിക്കുന്നത് കളയണേ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിന് അളവൊന്നുമില്ല, ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ ഇട്ടാൽ മതി. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടത്തിലൊന്ന് ആക്കി കൊടുക്കണേ. വെള്ളം ഒഴിച്ച് കൊടുക്കാതെ മീനെടുത്തിട്ട് ഈ വെള്ളം ഒന്ന് കളയണം. വീണ്ടും ഒന്നും കൂടി മീനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 തവണയൊക്കെ ഉപ്പിട്ടിട്ട് കഴുകാറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് തന്നെ ഇട്ട് കഴുകിയാൽ മീനിൻ്റെ പുറത്തൊരു വഴുവഴുപ്പുണ്ട്, അത് ശരിക്കും ഒന്നും പോകുന്ന പോലെ എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വിനേഗറും കൂടെ ചേർത്തിട്ടാണ് മീൻ എപ്പോഴും ഏത് മീനെടുത്താലും കഴുകുന്ന സമയത്ത് വിനേഗർ ചേർത്ത് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ വിനേഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വിനേഗർ ചേർത്ത് കഴുകി കഴിഞ്ഞാൽ മീനിൻ്റെ പുറത്ത് ആ വഴുവഴുപ്പ് ഒട്ടും ഉണ്ടാകത്തില്ല. മീൻ നല്ലതുപോലെ ക്ലീൻ ആവുകയെ. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മീൻ നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ചട്ടിയിലിട്ടിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കണം. വിനേഗർ ഒഴിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് ഈ പുറത്തിങ്ങനെ തൊട്ട് നോക്കുമ്പം തന്നെ അറിയാം, ഒട്ടും വഴുവഴുപ്പ് ഉണ്ടാകത്തില്ല. ഏതെങ്കിലും മീനിൻ്റെ ഉൾഭാഗത്ത് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് കളയണം. ഇനി നല്ലതുപോലെ കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ മീൻ കട്ട് ചെയ്തിട്ട് കഴുകിയൊക്കെ എടുക്കുന്നത്. നമ്മൾ മീൻ മുറിക്കുന്ന സമയത്ത് നമുക്ക് മീനിൻ്റെ പനഞ്ഞിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിടുന്നില്ല കേട്ടോ, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വിനേഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. മീനിൻ്റെ പനഞ്ഞിൽ കഴുകിയെടുത്തിട്ടുണ്ട്. മീൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുമായിരിക്കും. എന്നാലും നമുക്ക് 1-2 എണ്ണമൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മീൻ വെച്ച് തന്നെ നമുക്കൊരു മീൻ കറിയും കൂടി ഉണ്ടാക്കി നോക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു 5 എണ്ണം എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഈ ഒരളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചിരണ്ടിയത് 1 ടീസ്പൂൺ വരുവുള്ളേ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനിവിടെ നല്ലതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമേ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കത്തുള്ളേ. തേങ്ങ ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ തേങ്ങ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് നോക്കേ. മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. മീൻ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പനഞ്ഞീനും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, 3 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. 1/2 ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇപ്പോഴല്ല. ഇത് ഫ്രൈ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തിയും പനഞ്ഞീനും മസാല പുരട്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വഴന്നു വരുമൊന്നും വേണ്ട കേട്ടോ. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മീൻ കറിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മീൻ കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെ പച്ചമണമുണ്ട്, അതൊന്ന് മാറണം കേട്ടോ. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കാം. മീൻ മുറിച്ച് ചേർക്കണമെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. മീൻ ഇടുന്ന പാടെ ചാറിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. മീനൊക്കെ പെട്ടെന്ന് വേകുന്നതാണ് കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. ഇനി അടച്ചു വെച്ച് കൊടുക്കുന്നില്ലേ. നന്നായിട്ട് തിളയ്ക്കുന്നോടം വരെ അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ച് കൊടുക്കണ്ട കേട്ടോ, അല്ലെ ആവി തട്ടി വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചാറങ്ങും പറ്റി വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ മീനൊന്ന് വേവിച്ചെടുക്കാം. ഇനി തവിയിട്ട് ഇളക്കണ്ട കേട്ടോ, എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയേ. മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എനിക്കിവിടെ ഉപ്പ് കുറവാണ് കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. മത്തി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ഓയിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും മസാല ആ മീനിൽ പുരട്ടിയതിലുണ്ട് കേട്ടോ, അത് കളയണ്ട. അത് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയുടെയൊക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ, അപ്പോൾ അതൊട്ടും കളയണ്ട കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ. ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. മീനെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനഞ്ഞിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തു. മീനിൻ്റെ മുട്ടയും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമല്ല, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. തണുത്ത് കഴിയുമ്പോഴേക്കും ചാറൊക്കെ ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ, കുറച്ചും കൂടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്